നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇതിലിപ്പോൾ ഈ ഖത്തർ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന്, അൽത്താനിയുടെ ഭാഗത്ത് നിന്നുണ്ടായ പ്രതികരണം തന്നെ ഇസ്രായേലിന് മറുപടി നൽകേണ്ടതുണ്ട്. അതിന് പ്രാദേശികമായി വിഭാഗങ്ങൾ ഒരുമിച്ച് നിൽക്കും, അങ്ങനെ അയൽ രാജ്യങ്ങളുമായി അടക്കം ചർച്ചകൾ തുടരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? നിലവിലെ സാഹചര്യത്തിൽ ഒരു രാജ്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണിത് എന്ന് പറയുന്ന സാഹചര്യം വിലയിരുത്തുന്ന പശ്ചാത്തലത്തിൽ ഇസ്രായേലിന് ഒരു മറുപടി അനിവാര്യമാണ്. അങ്ങനെ ഒരു മറുപടി നൽകാതെ പോകുക എന്നത് അസാധ്യമാണ്. അങ്ങനെയുള്ള ഒരു സാധ്യതയിലേക്ക് ഈ ഉച്ചകോടി എത്തും എന്ന് വിലയിരുത്തേണ്ടതുണ്ടോ? ഒരു മറുപടി അനിവാര്യമാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല. അത് അറബ് രാജ്യങ്ങൾ എക്കാലത്തും പറയുന്നതാണ്. ഇസ്രായേലിന്റെ ഗാസ അധിനിവേശം മുതൽ തന്നെ പറയുന്നതാണ്, ഇസ്രായേലിന്റെ തക്കതായ മറുപടി കൊടുക്കണം. ഇതാ ഇപ്പോൾ ഒരു അറബി ഇസ്ലാമിക രാജ്യം, പ്രത്യേകിച്ച് ഒരു GCC രാജ്യം ആക്രമിക്കപ്പെടുകയാണ്. ആ രാജ്യത്തെ അല്ല ആക്രമിച്ചത്, അവിടെ താവളമുറപ്പിച്ച ഹമാസിനെയാണ് ആക്രമിച്ചത് എന്ന് പറയുമ്പോഴും ഇവിടെ ബോംബ് വർഷം സംഭവിച്ചിരിക്കുന്നത് ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിലാണ്. അങ്ങനെയെങ്കിൽ മറുപടി കൊടുക്കേണ്ടതുണ്ട്. പക്ഷെ മറുപടിയുടെ നേച്ചർ ഓഫ് ദ റെസ്പോൺസ് അത് ആലോചിച്ച് ഉറപ്പിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് ഒരു സൈനികമായ മറുപടി കൊടുക്കണം എങ്കിൽ അതിന് അമേരിക്കയുടെ ഒരു ഒത്താശ കൂടി ആവശ്യമുണ്ട്. കാരണം അമേരിക്കയാണ് മിക്ക GCC രാജ്യങ്ങളുടെയും സെക്യൂരിറ്റി പാർട്ട്ണർ. അപ്പോൾ അമേരിക്കയുടെ ഒരു സമ്മതമില്ലാതെ അല്ലെങ്കിൽ അമേരിക്കയുടെ അറിവില്ലാതെ എങ്ങനെയാണ് ഏകപക്ഷീയമായി ഖത്തറോടൊപ്പം നിൽക്കുന്ന അറബി ഇസ്ലാമിക് രാജ്യങ്ങൾക്കോ ഇസ്രായേലിന് മറുപടി കൊടുക്കുക? അതുകൊണ്ട് ഒരു സൈനികമായ മറുപടി എന്ന് പറയുന്നത് ഏതാണ്ട് അസാധ്യമായ ഒന്നാണ്. അങ്ങനെയെങ്കിൽ പിന്നെ ഉള്ളത് ഒരു ഇക്കണോമിക് ഒരു മറുപടിയാണ്. അവിടെയും ഇസ്രായേലിന്റെ സാമ്പത്തിക ബന്ധങ്ങൾ, അറബി ലോകവുമായുള്ള സാമ്പത്തിക ബന്ധങ്ങൾ ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്, ഒരു പരിധിവരെ സാംസ്കാരികവും സാമ്പത്തികവുമായ ബന്ധങ്ങൾ ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ തവണ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ അബ്രഹാമിക കരാറുകളിലേക്ക് എത്തിച്ചേർന്നത്. അങ്ങനെ 4 അറബി രാജ്യങ്ങൾ, ഇസ്ലാമിക രാജ്യങ്ങൾ അബ്രഹാമിക് അക്കോർഡ് അത് സൈൻ ചെയ്യുകയാണ്. ഇനി എന്താണ് ഇബ്രഹാമിക് അക്കോർഡുകളുടെ, അബ്രഹാമിക കരാറുകളുടെ ഭാവി? അറബി ലോകം ജൂതരാഷ്ട്രവുമായി സന്ധി ചെയ്യുന്നു എന്ന പ്രതീതി ഇനി അപകടകരമാണ് എന്ന് അറബ് ലീഗിനുള്ളിൽ തന്നെ വലിയ ഒരു ചിന്ത ഉണ്ട്. ആ ചിന്തയൊക്കെ അനൗപചാരികമായിട്ടെങ്കിലും ഒരുപക്ഷെ 2 ദിവസത്തിനുള്ളിൽ ആർട്ടിക്കുലേറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അറബ് ലീഗ് സമ്മേളനം വെച്ചിരിക്കുന്നത് ദോഹയുടെ തലസ്ഥാനമായ ഖത്തറിൽ വെച്ചാണ്. അതുകൊണ്ട് അൽത്താനി, ദോഹ പ്രധാനമന്ത്രി അൽത്താനി ഇപ്പോൾ എടുക്കുന്ന ഒരു നിലപാടെന്ന് പറയുന്നത് ഒരു ബ്രിങ്ക്മാൻഷിപ്പിന്റെ നിലപാടാണ്. ഈ ആഞ്ഞടിക്കുക എന്നത്, ഇപ്പോൾ ഖത്തറിനെ വലിയൊരു പ്രസ്താവന സാഹിത്യത്തിലൂടെ ഇസ്രായേലിനെ തളച്ചിടാം എന്നത് ഒരു വശം. അത് വെറും പ്രസ്താവനകൾ മാത്രമാണ്. ഈ പ്രസ്താവനകളൊക്കെ ഇസ്രായേൽ ഏറെ കണ്ടതാണ്. അറബി ലോകത്തിന്റെ പ്രസ്താവനകൾ എപ്പോഴും വരുന്നു. ഇസ്രായേൽ നടത്തുന്ന ഏതാണ്ട് എല്ലാ ആക്രമണങ്ങളെയും അറബി ലോകം കാലാകാലങ്ങളിൽ വിമർശിച്ചു പോന്നിട്ടുണ്ട്. ഐക്യരാഷ്ട്ര സംഘടനയിൽ അറബി ലോകം എപ്പോഴും പ്രമേയങ്ങൾ കൊണ്ടുവരുന്നു. സെക്യൂരിറ്റി കൗൺസിൽ എത്തുമ്പോൾ ആ പ്രമേയങ്ങൾ ഒന്നുകിൽ അമേരിക്ക അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ആരെങ്കിലും, ഫ്രാൻസോ ബ്രിട്ടനോ വീറ്റോ ചെയ്യുന്ന ഒരു പതിവും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ തന്നെയാണ് സംഭവിക്കാൻ സാധ്യത. അറബി പക്ഷത്താണ് അല്ലെങ്കിൽ GCC രാജ്യങ്ങളോട് ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുമ്പോഴും അമേരിക്കയുടെ യഥാർത്ഥ മധ്യേഷ്യയിലെ പശ്ചിമേഷ്യയിലെ പങ്കാളി ഇസ്രായേൽ തന്നെയാണ്. ഇസ്രായേലിനെ ബെയിലൗട്ട് ചെയ്യാൻ ഐക്യരാഷ്ട്ര സംഘടനയിൽ ഏതറ്റം വരെ പോയി വേണമെങ്കിലും അമേരിക്ക പ്രവർത്തിക്കും. വേൾഡ് ഒപ്പീനിയൻ മൊബിലൈസ് ചെയ്യുന്നതിന് അമേരിക്കയുടെ ഒരു സാന്നിധ്യമുണ്ട്. പക്ഷെ അതുകൊണ്ട് മറുപടിയുടെ രൂപം എന്തായിരിക്കും എന്നതിനെ കുറിച്ച് കുറച്ചുകൂടി ആഴത്തിലുള്ള ചർച്ചകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിന്റെ ഒരു ഭാഗമാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. പക്ഷേ അവിടെ ഡോക്ടർ മോഹൻ വർഗീസ്, ഇതുണ്ടാക്കിയിട്ടുള്ള ഒരു അരക്ഷിതാവസ്ഥയുണ്ടല്ലോ. അതായത് ഈ രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു, അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ പോലും ഒരു മുന്നറിയിപ്പും, നമുക്കറിയാം ഇതിപ്പോൾ ഭരണകൂട ഭീകരത എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഇസ്രായേലിന്റെ നടപടിയെ. ഒരു രാജ്യത്തിലേക്ക് ആക്രമണം നടത്തുമ്പോൾ അത് തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ രാജ്യത്തെ അല്ല ലക്ഷ്യം വെച്ചത്, ഹമാസിന്റെ പ്രവർത്തകരെയാണ് അല്ലെങ്കിൽ പോരാളികളെയാണ് എന്ന് പറയുമ്പോഴൊക്കെ ചില അന്താരാഷ്ട്ര നിയമങ്ങൾ കൂടി ഉണ്ടല്ലോ. അതാണ് അമേരിക്കയെ നേരത്തെ സൂചിപ്പിച്ചത്. ഇസ്രായേലിനോട് അറിയിച്ചിരുന്നു ഇങ്ങനെ ഒരു ആക്രമണം നടത്തുന്നുവെങ്കിൽ അത് ഒഫീഷ്യലായി തന്നെ ആ രാജ്യത്തെ അറിയിക്കണമെന്നത്. അത് പാലിച്ചില്ല എന്ന് ട്രംപ് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് പൊതുവെ ഈ GCCകൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു അരക്ഷിതാവസ്ഥയുണ്ടല്ലോ. അപ്പോൾ അതിനെ മറികടക്കേണ്ടതും അനിവാര്യതയല്ലേ? ഒരു നയം മാറ്റം ഗൾഫ് കോർപ്പറേഷൻ കൗൺസിലിലെ രാജ്യങ്ങൾ, പ്രധാനമായും സൗദി അറേബ്യ, അമേരിക്കയുമായി വലിയ ഒരു സെക്യൂരിറ്റി പാർട്ട്ണർഷിപ്പിലാണ് മുന്നോട്ട് പോകുന്നത്. സെക്യൂരിറ്റി പാർട്ട്ണർഷിപ്പ് മാത്രമല്ല, സൗദി അറേബ്യയുടെ നിക്ഷേപങ്ങളുടെ, അതുപോലെ UAEയുടെ നിക്ഷേപങ്ങളുടെ ഒരു നല്ല പങ്ക് അമേരിക്കയിലെയോ അമേരിക്ക അനുകൂല പ്രദേശങ്ങളിലോ ആണ്.
ഇതെല്ലാം അവരുടെ സാമ്പത്തിക താല്പര്യങ്ങളാണ്. ഒന്ന് സെക്യൂരിറ്റി താല്പര്യങ്ങൾ, രണ്ട് സാമ്പത്തിക താല്പര്യങ്ങൾ. ഇതെല്ലാം ബലി കഴിച്ചുകൊണ്ട് കഠിനമായ ഒരു ഇസ്രായേലി വിരുദ്ധ, സ്വാഭാവികമായി അമേരിക്ക വിരുദ്ധ നിലപാടിലേക്ക് എത്തിച്ചേരാൻ GCCക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അറബ് ലീഗിൽ കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിലാണ് അറബി രാജ്യങ്ങളുള്ളത്. അമേരിക്കയോട് അത്ര ചേർന്ന് നിൽക്കാത്ത അറബ് രാജ്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു ഘട്ടം പരിഹരിക്കുന്നതിന് അമേരിക്കയുടെ ഇൻവോൾവ്മെന്റ് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെയാണ് GCC ഇപ്പോൾ അറബ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങൾ 4 തട്ടിലായിരിക്കും അവസാന ചർച്ചകൾ. ഇസ്രയേലിന് മറുപടി കൊടുക്കുന്നു എന്ന കാര്യത്തിൽ മാത്രം എല്ലാവരും യോജിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ മുൻപൊരു കാലത്തും അറബ് ലീഗ് സംയുക്തമായിട്ട് കാര്യങ്ങൾ നീക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ റെറ്ററിക്ക് മാത്രമേ ഉണ്ടാകൂ. ആക്ഷനിലേക്ക് വരുമ്പോൾ 4 പാടും ചിതറുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്. അത് പല യുദ്ധങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇസ്രായേലിനെതിരെ 4 യുദ്ധങ്ങളെങ്കിലും അറബ് ലോകം സംയുക്തമായി ചെയ്തു. ഈ 4 യുദ്ധങ്ങളിലും അറബ് ലോകത്തിന് നിർണായകമായ ആധിപത്യം സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല. ഇസ്രായേൽ എന്ന രാജ്യത്തെ അവസാനിപ്പിക്കാനും കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഇസ്രായേലിന്റെ പോളിസീസ് ഒരുപക്ഷെ അത് അൺഅക്സെപ്റ്റബിൾ ആയിരിക്കും. ലോകക്രമത്തെ തന്നെ നോക്കുകുത്തിയാക്കുന്ന, അല്ലെങ്കിൽ എല്ലാ സാമാന്യ മര്യാദകളെയും അന്താരാഷ്ട്ര മര്യാദകളെയും കാറ്റിൽ പറത്തുന്ന ഏകപക്ഷീയമായ മുഷ്കും ഒക്കെയാണ് ഇസ്രായേൽ കാട്ടിക്കൊണ്ടിരിക്കുന്നത്, സംശയമില്ല. പക്ഷെ അത് ഇസ്രായേലിന്റെ പോളിസിയാണ്. അവിടെ ഇസ്രായേലിനെ നിയന്ത്രിക്കാൻ യഥാർത്ഥത്തിൽ സാധിക്കുന്ന ഒരേ ഒരു രാജ്യത്തിന് മാത്രമാണ്, അത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയ്ക്ക് മാത്രമാണ്. ഒപ്പം അമേരിക്കയും ഇസ്രായേലും തമ്മിൽ അല്ല, ഇവിടെ ഒരു ധാരണയുണ്ടോ എന്ന കാര്യം പ്രസക്തമാണ്. കാരണം ഇവിടെ ഒരു ഒത്തുകളി ആരോപണം ഇതിനിടയിൽ ഉയരുന്നതുമുണ്ട്. അതൊരു കോൺസ്പിറസി തിയറി ആയിരിക്കാം. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ഖത്തറിൽ ഹമാസിന്റെ സാന്നിധ്യം ഖത്തറിൽ അനഭിലഷണീയമായി വരുന്ന ഒരു ഘട്ടം വരുമ്പോൾ ഖത്തറിന് തന്നെ ഇവരെ എവിക്ട് ചെയ്യുന്നതിന്, ഹമാസിനെ എവിക്ട് ചെയ്യുന്നതിന് ഒരു ഫേസ് സേവിങ് അല്ലെങ്കിൽ ഒരു എവിക്ഷൻ, അതിനുവേണ്ടി തട്ടിക്കൂട്ടിയെടുത്ത ഒരു വ്യാജ ആക്രമണം അല്ലെങ്കിൽ ഒരു സിംബോളിക് അറ്റാക്ക് ആണോ ഇത് എന്നതിനെ കുറിച്ച് പോലും ഇവിടെ സംസാരമുണ്ട്. അതിന് സ്ഥിരീകരിക്കത്തക്ക തെളിവുകളൊന്നുമില്ല എങ്കിൽ പോലും. അതുകൊണ്ട് ഇതിന്റെ മുനകൾ നീളുന്നത് ഖത്തർ എന്താണ് മനസ്സിൽ ചിന്തിക്കുന്നത് അതേക്കുറിച്ചും ആശയക്കുഴപ്പമുണ്ട്. കാരണം പക്ഷേ അങ്ങനെയെങ്കിൽ ഇസ്രായേൽ ഇതിന് തുരങ്കം വെച്ചതാണ്. അതായത് ഈ സമാധാന ചർച്ചകൾ പോലും അഴിമുട്ടുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് എന്ന നിരീക്ഷണം നിലനിൽക്കുന്നുണ്ടല്ലോ. അതായത് ഇനിയിപ്പോൾ ഈ ബന്ദികളാക്കിയിട്ടുള്ളവരുടെ മോചനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മധ്യസ്ഥതയ്ക്കില്ല എന്ന നിലപാടിലേക്കടക്കം പോകുന്ന ഒരു സാഹചര്യം, അങ്ങനെയുള്ള മറുഭാഗവും നിലനിൽക്കുകയല്ലേ ഡോക്ടർ മോഹൻ വർഗീസ്? അത് കൃത്യമാണ്. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പക്ഷേ പ്രെഡിക്റ്റബിൾ ഒരു നിലപാട് തന്നെയാണ്. സമാധാന ചർച്ചകൾ ഇസ്രായേൽ ആഗ്രഹിക്കുന്നില്ല. സമാധാന ചർച്ചയുടെ പരിസമാപ്തി എന്ന നിലയിൽ ഇപ്പോൾ ഒരു വെടിനിർത്തൽ ഇസ്രായേൽ ആഗ്രഹിക്കുന്നില്ല. പ്രത്യേകിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആഗ്രഹിക്കുന്നില്ല. കാരണം ഹമാസിനെ കംപ്ലീറ്റ് ആയി ഫിനിഷ് ചെയ്യുക എന്നതാണ് ലക്ഷ്യമെങ്കിൽ ഒരു കാരണവശാലും ഇപ്പോൾ ഒരു വെടിനിർത്തൽ, ഹമാസിന്റെ കൂടി സമ്മതത്തോടെ ഒരു വെടിനിർത്തൽ, അതുപോലെ അങ്ങനെ ബന്ദിമോചനം, അത് ഇസ്രായേലിന്റെ പ്രത്യേകിച്ച് നെതന്യാഹുവിന്റെ താല്പര്യത്തിനെതിരാണ്. അങ്ങനെയെങ്കിൽ ഈ സമാധാന പ്രക്രിയ ഒരു നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ, ട്രംപ് കൂടി ഇനിഷ്യേറ്റ് ചെയ്യുന്ന ഒരു സമാധാന പ്രക്രിയയിൽ ഖത്തർ പങ്കാളിയാകുമ്പോൾ, ഹമാസിനെ കൊണ്ടത് കൺവിൻസ് ചെയ്യുന്ന ഘട്ടം വരുമ്പോൾ ഇസ്രായേലിന് പിന്തിരിഞ്ഞു നിൽക്കാൻ ആവാത്തത് കൊണ്ട് ആ സമാധാന പ്രക്രിയയെ തന്നെ അട്ടിമറിക്കുക, ആ സമാധാന ദൂതനെ തന്നെ വെറുപ്പിക്കുക എന്ന ഒരു തിയറിയും ഇതോടൊപ്പം തന്നെ പ്രാവർത്തികമാകുന്നുണ്ട്.